ഒരു കളർഫുൾ പടം കേട്ടോ. എന്ന് വെച്ചാൽ നല്ല കോമഡി നല്ലപോലെ വർക്കായിട്ടുണ്ട്. അതിന്റെ അവസാനം വരെ ചിരിക്കാണ്ട് 100% വിനീത് ശ്രീനിവാസൻ സിനിമ. അതിന്റെ അവസാനം വരെ വിനീതിന്റെ വിളയാട്ടോ കാണിക്കുന്നത്. വിനീത് ശ്രീനിവാസന്റെ ആദ്യത്തെ അവസാനം വരെ പുള്ളി നല്ലപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പടം, ഫാമിലി ആയിട്ട് വന്ന് ചിരിക്കാൻ പറ്റിയൊരു നല്ലൊരു കോമഡി സിനിമ. അസോസിയേറ്റ്സ് ഒക്കെ ആ ഒരു ഭൂതത്തിന് അത് വേറെ പടമല്ലേ, അത് ഒരു ഡാർക്ക് മൂഡ് പടമല്ലേ. ഇത് അങ്ങനെയല്ല, ഇത് പക്ക കോമഡി പടമാണ്. അതിന്റെ അവസാനം വരെ ചിരിക്കാനുണ്ട്. ഇത് നല്ല കേടി ഉണ്ടായിരുന്നു തിയേറ്ററിൽ. ഇന്റർവെല്ലൊക്കെ വരെ നല്ല കേടിയായിരുന്നു, അടിപൊളി, കുഴപ്പമില്ല. എല്ലാവരും നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യത്തെ അവസാനം വരെ പുള്ളിയത്തിന് സീൻ പോലും ഇല്ല. വിനീത് ശ്രീനിവാസനാണ് മുഴുവൻ കൊണ്ടുപോകുന്നത് പടം. ഓക്കെ, പടം ഒരു വൺ ഡേ വാച്ച് മൂവിയാണ്. അത്യാവശ്യം ചിരിക്കാനുണ്ട്. ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. വിനീത് ശ്രീനിവാസന്റെ ഒരു പെർഫോമൻസ്, പുള്ളിയുടെ ഒരു എന്താ പറയാ, പഴയ ശ്രീനിവാസന്റെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ വേ ഓഫ് സ്റ്റൈൽ തന്നെയാണ് വിനീത് ശ്രീനിവാസൻ ചെയ്തേക്കുന്നത്. ഇത് കോമഡി ഉണ്ടെങ്കിലും പലർക്ക് റിലേബിൾ ആയിരിക്കും. പ്രസന്റ് ലൈഫിൽ നടക്കുന്ന ഒരു പെണ്ണ് കിട്ടാത്ത നമ്മുടെ തന്നെ കൂടെ ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് ഒരു അത്യാവശ്യം ചിരിക്കാനുള്ള പടമാണെങ്കിൽ എനിക്ക് തോന്നുന്നു റിലേബിൾ ആയതുകൊണ്ട് കരച്ചിൽ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ജാതകം ശരിയായാലും നല്ല ജോലി ഉണ്ടെങ്കിലും ഓരോരുത്തരുടെ കണ്ടീഷൻസ് അവർ വെക്കുന്ന, ഇതില് വിനീത് ശ്രീനിവാസന്റെ കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരാളെ കിട്ടണമെന്നില്ല എന്നാണ് പടം പറഞ്ഞു പോണത്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഡേ വാച്ച് മൂവിയാണ്. അത്യാവശ്യം ചിരിക്കാനുണ്ട്. വിനീത് ശ്രീനിവാസൻ പെർഫോമൻസ് ഉണ്ട്. വന്നു പോയേക്കുന്നവരെല്ലാവരും തകർത്തിട്ടുണ്ട്. ഉറപ്പുള്ള ഏതാണ്? അല്ല, മുകുന്ദനുണ്ണി അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഡാർക്ക് ഒരു കോമഡി ബേസ്ഡ് സാധനമാണ്. അതൊരു നെഗറ്റീവ് ഷെയ്ഡിൽ വന്നൊരു കഥാപാത്രമാണ്. അപ്പൊ അതുമായിട്ട് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് വിനീത് ശ്രീനിവാസന്റെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അഭിനയത്തിനാണ്. പക്ഷെ എന്താ, നമ്മൾ പല നേരത്തുള്ള ഫിലിമിലും കണ്ട ആക്ടിങ് സ്റ്റൈൽ തന്നെയാണ്. പക്ഷെ എന്നാലും ചില സീനുകൾ അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളുണ്ട്. ഒരു എന്റർടൈനർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിലൊരു നല്ല സബ്ജക്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ജാതി എന്നുള്ള ഒരു ടൈറ്റിലിൽ പോലെ തന്നെ കഥയുടെ ഒരു പ്ലോട്ടും പോകുന്നുണ്ട്. അതാണ് പടത്തിലൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ജസ്റ്റ് പടം കണ്ടിറങ്ങിയേ ഉള്ളൂ. ഒരു ജാതി ജാതകം വിനീതിന്റെ പടമാണ്, സുബേർക്കയുടെ പടമാണ്. കുറെ നാളുകൾക്ക് ശേഷം നമുക്കൊന്ന് ചിരിക്കാൻ പറ്റി. ഇതാ എന്റെ അടുത്ത് അതിലെ കോ ആക്ടർ ഉണ്ട്, ഐശ്വര്യ ഉണ്ട്. ഐശ്വര്യ പൊറാട്ട് നാടകത്തിലൂടെ നമുക്കെല്ലാം പരിചയമുള്ള ആക്ടറാണ്. വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഐശ്വര്യ. ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് നല്ല രസമായിട്ട് അഭിനയിച്ചു. അപ്പൊ വിനീതിന്റെ ഒരു എന്താ പറയാ വിനീതിന്റെ ആക്ടിങ്ങിനെ പറ്റി ഒരു ഫുൾ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, ആ ഒരു രീതിയിൽ അതെ. യെസ്, അതെ. അല്ല, നിങ്ങൾ ഈ തിയേറ്ററിൽ ചിരിച്ച ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ ആയി കഴിഞ്ഞാലും ഡയറക്ടർ സാറായി കഴിഞ്ഞാലും അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പടം ഓരോ ഷോർട്സ് കാണുമ്പോഴും നമുക്കുണ്ടായ ആ ചിരി വരിക എന്നുള്ള ആ ഒരു സാധനം വർക്കായി എന്നുള്ള കാര്യം ഉണ്ടല്ലോ. സോ അതെ, ഒരു ചിരിപ്പടം ഒന്ന് കേറി കുറെ നാളുകൾക്ക് ശേഷം ഒരു ചിരിപ്പടം വന്നതാണ്. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.